ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ ഇപ്പം മിക്കവാറും ചെറുപ്പക്കാരിലൊക്കെ, അത് ആൺകുട്ടികളിലും പെൺകുട്ടികളിലും ചെറുപ്പക്കാരിലും ഒക്കെ കാണപ്പെടുന്നൊരു പ്രശ്നമാണ് ഈ ബോഡി പോസ്റ്ററിൻ്റെ ഒരു പ്രശ്നമെന്ന് പറയുന്നത്. കാരണം മിക്കവാറും ആൾക്കാരെയൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കാണാം, അവരൊരുമാതിരി നിന്ന് സംസാരിക്കുമ്പോഴും ഇരുന്ന് സംസാരിക്കുമ്പോഴും അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്തും നിൽക്കുന്ന സമയത്തും എല്ലാം ഇങ്ങനെ ഒരുമാതിരി വളഞ്ഞ് ആ രീതിയിലായിരിക്കും നിൽക്കുന്നത്. ഇവിടം കൊണ്ട് ഇങ്ങനെ വളഞ്ഞിട്ടായിരിക്കും അവർ സംസാരിക്കുന്നത്. ഓക്കെ, അതൊരു കാണുന്നവർ തന്നെ ഒരു അഭംഗി ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ലുക്കാണത്. കാരണം ബോഡി പോസ്റ്റർ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും ഒന്നും നമ്മൾ കൃത്യമായിട്ട് നമ്മളിങ്ങനെ വളഞ്ഞ് നിൽക്കുക എന്നുള്ളൊരു പ്രശ്നം തന്നെയാണ്. അത് നമുക്ക് മാറ്റിയെടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 ആഴ്ച 3 ആഴ്ച കൊണ്ട് തന്നെ നമുക്കതിനകത്ത് മാറ്റങ്ങൾ വരുത്താൻ പറ്റും. കാരണം നമ്മൾ ഈ നിൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും എല്ലാം തന്നെ, മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴും എല്ലാം തന്നെ നമ്മളിങ്ങനെ മാക്സിമം സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ സംസാരിക്കാൻ ശ്രമിക്കുക. ഇങ്ങനെ ഒരിക്കലും ഇരുന്ന് സംസാരിക്കാതിരിക്കുക. അല്പം ചെസ്റ്റൊക്കെ അപ്പ് ചെയ്ത് നമ്മൾ നിന്ന് സംസാരിക്കുക. നിൽക്കുമ്പോഴും അങ്ങനെ തന്നെ നിൽക്കാൻ ശ്രമിക്കുക, ഇരിക്കുമ്പോഴും അങ്ങനെ തന്നെ ഇരുന്ന് സംസാരിക്കാൻ ശ്രമിക്കുക. അതൊക്കെ തന്നെ പഠിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ വളഞ്ഞു കൂടിയാണ്. കാരണം ലാപ്ടോപ്പിൻ്റെ മുമ്പിലൊക്കെ ഇരിക്കുന്ന സമയത്ത്, ഫോണിലൊക്കെ നോക്കുന്ന സമയത്ത് ഇങ്ങനെ വളഞ്ഞ് ഇങ്ങനെ നോക്കാതിരിക്കുക, ഇങ്ങനെ കൂനി നോക്കാതിരിക്കുക. സ്ട്രൈറ്റ് ആയിട്ട് നിന്നിട്ട് നമ്മളിങ്ങനെ നോക്കുക. ലാപ്ടോപ്പിൻ്റെ മുമ്പിലൊക്കെ ഇരിക്കുമ്പോൾ ചെസ്റ്റൊക്കെ അപ്പ് ചെയ്തിട്ട് ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് ഇരുന്നിട്ട് നമ്മൾ ലാപ്ടോപ്പൊക്കെ ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ഇതൊരു പരിധി വരെ മാറ്റിയെടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു 3 വർക്കൗട്ടുകൾ ഞാൻ കാണിച്ചു തരാം. ഇതും കൂടെ നിങ്ങൾ ഫോളോ ചെയ്യുക. തീർച്ചയായിട്ടും 2 ആഴ്ച അല്ലെങ്കിൽ 3 ആഴ്ച കൊണ്ട് നിങ്ങളുടെ ബോഡി പോസ്റ്റർ കൃത്യമാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വർക്കൗട്ടിലോട്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ആദ്യത്തെ വർക്കൗട്ട് എന്ന് പറയുന്നത് കോബ്ര സ്ട്രെച്ചിങ് ആണ്. ഓക്കെ, ഹിന്ദു പുഷപ്സ് അല്ലെങ്കിൽ കോബ്ര സ്ട്രെച്ചിങ് എന്നൊക്കെ പറയുന്ന വർക്കൗട്ടാണ്. അപ്പോൾ ഈ വർക്കൗട്ട് ചെയ്യുന്ന വഴി നിങ്ങളുടെ നട്ടലിലോട്ടും നിങ്ങളുടെ ഈ മുതുകിൻ്റെ ഭാഗത്തോട്ടൊക്കെ ആയിരിക്കും ഇതിൻ്റെ ഒരു പ്രഷർ. ഓക്കെ, അപ്പർ ബാക്കിലോട്ടൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇത് ചെയ്യുന്ന വഴി നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ബോഡി പോസ്റ്റർ ഏകദേശമൊക്കെ കൃത്യമാക്കി മാറ്റാൻ ശ്രമിക്കും. നിങ്ങളിങ്ങനെ വളഞ്ഞ് മേളോട്ട് വരുന്ന സമയത്ത് നിങ്ങൾ 1 സെക്കൻഡ് ഇങ്ങനെ മേളോട്ട് വന്നിട്ട് ഒന്ന് ഹോൾഡ് ചെയ്യുക. ഓക്കെ, ഒന്ന് ഹോൾഡ് ചെയ്ത് നിർത്തുക. ഇത് നിങ്ങൾ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. അടിപൊളിയാണ്. ഓക്കെ, നിങ്ങളുടെ ബോഡി പോസ്റ്ററിന് നല്ല രീതിയിൽ മാറ്റം ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു വർക്കൗട്ടാണ്. അപ്പോൾ നിങ്ങളിത് ഫോളോ ചെയ്യുന്നതായിരിക്കുന്നു. അടുത്ത 2ാമത്തെ വർക്കൗട്ട് എന്ന് പറയുന്നത് പ്ലാങ്കാണ്. പ്ലാങ്ക് വർക്കൗട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പ്ലാങ്ക് വർക്കൗട്ട് എല്ലാവരും പറഞ്ഞു വെച്ചാൽ കോർ മസിലിന് വേണ്ടി ചെയ്യുന്നതാണെന്നാണ്. അല്ല, നമ്മുടെ ബോഡി പോസ്റ്റർ കൃത്യമാക്കാൻ സഹായിക്കുന്നൊരു വർക്കൗട്ടാണ് പ്ലാങ്ക്. അത് ചെയ്യുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇത് നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ ചെയ്യുക. സൂപ്പർ വർക്കൗട്ടാണ്. ഓക്കെ, നമ്മുടെ കോർ മസിലിനെയൊക്കെ ആക്ടിവേഷൻ ആക്കുന്ന അടിപൊളി ഒരു വർക്കൗട്ടാണ്. അതിലുപരിയായിട്ട് നമ്മുടെ ബോഡി പോസ്റ്റർ നല്ല കൃത്യമാക്കി തരാൻ സഹായിക്കുന്ന ഒരു വർക്കൗട്ടാണ്. അടുത്തായിട്ട് 3ാമത്തെ വർക്കൗട്ട്. ഓക്കെ, 3ാമത്തെ വർക്കൗട്ട് നമ്മൾ നിന്നുകൊണ്ട് ചെയ്യുന്നതാണ്. ഇതൊരു യോഗയിലെ ഒരു വർക്കൗട്ട് രീതിയാണ്, ഒരു സ്ട്രെച്ചിങ് ആണ്. ഓക്കെ, അപ്പോൾ ഇതും നിങ്ങളുടെ ബോഡി പോസ്റ്ററിനെ കൃത്യമാക്കാൻ സഹായിക്കുന്ന ഒരു വർക്കൗട്ടാണ്. അപ്പോൾ ഇത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെസ്റ്റൊക്കെ അപ്പ് ചെയ്ത് സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുക. ഓക്കെ, ഇത് നല്ല അടിപൊളി ഒരു വർക്കൗട്ടാണ്. നിങ്ങളുടെ ഈ അപ്പർ ബാക്കൊക്കെ നല്ലോണം സ്ട്രെച്ച് ആവാനായിട്ട് സഹായിക്കുന്ന ഒരു വർക്കൗട്ടാണ്. അപ്പം ഇതാണ് നമ്മുടെ 3 വർക്കൗട്ട് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ഈ വർക്കൗട്ടുകൾ വീട്ടിൽ ഫോളോ ചെയ്യുക. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, നമ്മൾ എത്ര വർക്കൗട്ട് ചെയ്താലും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടു നടക്കുന്ന ശീലങ്ങൾ, നമ്മൾ ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ശീലങ്ങൾ, ഇങ്ങനെ ആരെങ്കിലോടൊക്കെ സംസാരിക്കുന്ന ശീലങ്ങൾ, അതിങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ വളഞ്ഞ് ഇരിക്കുന്ന സംസാരിക്കുന്ന ശീലങ്ങൾ, ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മാറ്റിയെടുക്കുക. എന്നിട്ട് നിങ്ങൾ നല്ല സ്ട്രൈറ്റ് ആയിട്ട് നിങ്ങൾ ആഹാരം കഴിക്കുമ്പം പോലും, തീർച്ചയായിട്ടും നിങ്ങൾ ഡൈനിങ് ടേബിളിൽ ഇരിക്കുമ്പം പോലും നിങ്ങൾ നട്ടെല്ലാം നിവർത്തിയിരുന്നിട്ട്
നിങ്ങൾ ആഹാരം പോലും കഴിക്കാൻ ശ്രമിക്കുക. കാരണം ഇത് നമ്മൾ അവഗണിച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് ഭാവിയിൽ വല്ലാത്ത രീതിയിൽ നമ്മുടെ ശരീരത്തിൽ ഒരു അഭംഗി ഉണ്ടാക്കി തീർക്കുന്ന ഒരു രീതിയാണ് ബോഡി പോസ്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ കൃത്യമാക്കാൻ ശ്രമിക്കുക. ഈ വർക്കൗട്ടുകൾ ഫോളോ ചെയ്യുക. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുക. തീർച്ചയായിട്ടും 3 ആഴ്ച കൊണ്ട് തന്നെ നിങ്ങൾക്ക് ബോഡിയിൽ പോസ്ചറിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.